ഹലോ കൂട്ടുകാരെ, കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കുക. എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പനി, കുറച്ച് സൈനസൈറ്റിസിൻ്റെ ഇൻഫെക്ഷൻ, ത്രോട്ട് ഇൻഫെക്ഷൻ, അങ്ങനെ കുറച്ച് ഇഷ്യൂ ആയിട്ട് 1 വീക്കായി മരുന്നെടുത്ത് ആൻറ്റിബയോട്ടിക്കിലൊക്കെ ആയിരുന്നു. അത് കാരണമാണ് ഞാൻ വീഡിയോസൊക്കെ ഇടാൻ പറ്റാതിരുന്നത്. എനിക്ക് എല്ലാവരും അത് ഒന്ന് ക്ഷമിക്കുക. നമ്മൾക്ക് വെയ്റ്റ് ലോസ് ചാലഞ്ച് ഇതിൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പം ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ലാത്ത കൊണ്ട് തന്നെ ആഹാരം കഴിക്കുന്നുണ്ട്. ഒത്തിരി ഡയറ്റൊന്നും നോക്കി നമുക്ക് സ്ട്രിക്റ്റായിട്ടൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ ഡയറ്റിങ്. അപ്പോൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ചയിൽ ചോറ്, കഞ്ഞി ഒക്കെ ഇച്ചിരി അധികമായിട്ട് കഴിക്കുന്നുണ്ട്. ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ ആഹാരം ചെന്നില്ലേ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഷിവറിങ് വരും, വയറിൽ അസ്വസ്ഥത ഉണ്ടാകും. അത് കാരണം അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാൻ താമസിക്കുന്നത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. നമുക്ക് 2-3 ദിവസത്തേക്കകം തന്നെ നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ച് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. എല്ലാവരും 1 വീക്കിൻ്റെ ഒരു കാലയളവിൽ ഇത്രയും ഒക്കെ ചേഞ്ചസ് വരുത്തി നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നൊന്നും പറയണം. പഞ്ചസാര കുറച്ചും, നന്നായി ഉറങ്ങിയും, ധാരാളം വെള്ളം കുടിച്ചും, ചെറിയ രീതിയിലുള്ള എക്സസൈസൊക്കെ ചെയ്ത് എല്ലാവരും കുറച്ചൊക്കെ ഒന്ന് ഇതാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇപ്പോൾ 115 ആയി നിൽക്കുന്നു. 115 kgയിലാണ് നിൽക്കുന്നത്. നമുക്കൊക്കെ നോക്കാം. ഞാൻ ഈ മരുന്നിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. 1 നിന്ന് തന്നെ തുടങ്ങാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. എല്ലാവരും എന്നോട് സഹകരിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ഫോളോ ചെയ്യണം. നിങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ബലമാണ്. ആൾക്കാർ എൻ്റെ ഒപ്പം ഉണ്ടെന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അതൊരു എൻകറേജ്മെൻ്റ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മൾക്ക് ഇനിയും ഒന്നിരാടനാണെങ്കിൽ കൂടി നമുക്ക് വീഡിയോ ഇട്ട് ഒരുമിച്ച് മുന്നേറാൻ നോക്കാം. എല്ലാവരും സന്തോഷമായിരിക്കുക. സ്റ്റേ പോസിറ്റീവ്, stay happy. Bye.